ശേഷമായി രോഗം വരുവാ ഇല്ല. പല്ലിന് മുട്ടുണ്ടാവുക, ആ പഠിപ്പിച്ചത് എന്തൊക്കെ പ്രയാസം ഉണ്ടാവുക. ദൈവം എല്ലാം നോക്കിക്കോ. പിന്നെ നമ്മള് ഏതെങ്കിലും ഇവാഞ്ചലിസേഷനിലേക്ക് മടങ്ങി വരുമ്പോൾ അധികം സന്തോഷിക്കരുത്. അത് എല്ലാവരും ഓർത്തു തരണം കേട്ടോ. നമുക്ക് ഭയങ്കര ഓർജോളിയായിരിക്കും. ചാട്ടോ മേളോ ഗാനം പാടില്ല കേട്ടോ. അത് വന്നാൽ അപ്പാവൻ വന്ന് നമുക്കിട്ട് ഒരു പുതിയാനായിട്ടൊരു കടിയുന്നതായിട്ട് പോകും. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുകയില്ല. നമുക്ക് അസ്വസ്ഥത ഒന്നർത്ഥം. ഇതുകൊണ്ടാണ് ഗലാത്യ 5:9-10 വിശുദ്ധ പൗലോസ് പറയാണ് ആ ഒരു വചനം, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. എന്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങൾ അസ്വസ്ഥ ഉണ്ടാക്കുന്നത് ആര് തന്നെയാലും അവന് ശിക്ഷ ലഭിക്കും. ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കിയാൽ ഇനി ആരുണ്ടാക്കിയാലും ശിക്ഷ ലഭിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രധാനമല്ല. നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവർക്കിട്ടോ സ്വന്തം നോട്ടമുണ്ടോ. നമുക്കീ മകനും മകളും ഞങ്ങളെ പത്രം പോയിട്ട് കണക്കണം. കർത്താവിന് എല്ലാവരും ഒരുപോലെ കാണും കേട്ടോ. പിന്നെ നമ്മളെ ദൈവം അനുഭവിച്ച കുടുംബമാക്കി തരിക എന്നത്. അതാ മത്തായി 12:9 എന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സഹോദരികളും. ലൂക്ക 8:21. നിങ്ങൾ ഇങ്ങനെ വളരെ ശക്തിയോടെ പ്രാപിച്ച് കുറെ കഴിയുമ്പോൾ കുറച്ച് കഴിയുന്ന ആംഗ്ലീഷ് അമ്മയും പെണ്ണന്മാരും ആങ്ങളമാരൊന്നും കാണിയില്ല ഉണ്ടാവും. മതമൊന്നും ലോകം എല്ലാവരും അവസ്ഥയിലുണ്ടായി മാറി കർത്താവ് മാറ്റിയെടുക്കും കേട്ടോ. അത് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് വിട്ടുനോക്കി ഇവാഞ്ചലൈസേഷൻ. പിന്നെ തീർച്ചയായും നിങ്ങൾ പോയിക്കൊണ്ട് എങ്ങനെ ഇരിക്കും, കർത്താവ് കൊണ്ടുപോകും. അല്ലോ ഒരു സ്ഥലത്തിരുമ്പോൾ നിങ്ങൾ വല്ല ചിന്ത ആവശ്യങ്ങളുണ്ടോ? ഇല്ല. അതിനാണ് ഈ 2 പേരെ കർത്താവ് വിട്ടത്. ലൂക്ക 10:1-20 വരെ വായനത്തില് ഈ 2 പേരെ വിട്ടത്. അതുപോലെ നമ്മൾ ഇവിടുത്തെ ടീമില് പോകാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഒന്ന് പേര് കൊടുത്തോളണം. കൗൺസിലേഴ്സും കേട്ടോ. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് ഒരു പ്രവൃത്തിക്കട്ടെ. ദൈവത്തിന് അങ്ങനെ പ്രവർത്തനമൊന്നുമില്ല, അതിലവർ കൂടെ പോകാന്നുള്ളത്. പക്ഷെ എല്ലാം ആത്മാവിലും ഒറ്റ ആത്മാവായിരിക്കണം. 1:10 ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാല് നിങ്ങൾ തന്നെ ദൈവം ശുദ്ധീകരിച്ചുകൊണ്ടുവരും. ദൈവം വിശുദ്ധി പഠിപ്പിച്ചു തരും, എളിമ പഠിപ്പിച്ചു തരും, എല്ലാം പഠിപ്പിച്ചു തരും കർത്താവ്. പ്രത്യേകിച്ച് നമുക്കിനി നമ്മൾ ഓർക്കാത്ത പോലെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മളെ പിടിച്ച് പൂട്ടിയാണ്. ഈ പൂട്ടിന് നമുക്ക് അനങ്ങാൻ സാധിക്കില്ല. ചിലപ്പോൾ ചോദിക്കും, കർത്താവ് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് വിധിച്ചു തന്നേക്കണമെന്ന്. പിന്നെ ഈ ലോകത്തുള്ള ആസക്തി നമുക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ ആകർഷിക്കും കിടന്നു. ഇതൊക്കെ എന്റേതാണ്, എന്നെ ആരാധിച്ച പാടാ തരാം, പഴയ ജീവിതമൊക്കെ കാണിച്ചു തരാം. ഇതിലൊക്കെ ചോദിക്കണില്ലേ ഇടയ്ക്കിടക്ക്. അങ്ങനെ വരുമ്പോഴാണ് 2 തിമോത്തി 4 ആ 9 മനസ്സിൽ ജയമാസൊക്കെ ഓടിപ്പോയത്. പോയവർക്ക് ഒരു പൊക്ക് പോയി. പിന്നെ മടങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊന്ന് ഒരിക്കൽ പോയാൽ. അതുകൊണ്ടാണ് ഇവാഞ്ചലൈസേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വിശ്വാസം ഉറച്ചു പോകും. പോയിട്ടുള്ളവര് അനുഭവമുള്ളവരും കൈവയ്ക്കുന്നുണ്ട്. ഒരിടത്ത് പോയിട്ടുള്ളവർ കണ്ടു. ഇതെല്ലാത്തവരും പോണം. അതിന് ദൈവം ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് എല്ലാവരും. അതിന് പോകുമ്പോഴെല്ലാം നിങ്ങൾ വചനത്തിലായിരിക്കും. വചനം ഇല്ലെങ്കിലോ നിങ്ങളെ മറ്റാവും കൊണ്ടുപോകും. അതാണ് മത്തായി 12:29 ശക്തനായവന്റെ ഭവനത്തില് പ്രവേശിച്ച് കവർച്ചയാണെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം കേട്ടോ. നമ്മൾ ശക്തരാകണം. അതാണ് മർക്കോസ് 3:27 പറയുന്നത്. ബന്ധിച്ചാൽ ബന്ധനം ഏറ്റിരിക്കും. ജോബ് 12:14. അതുകൊണ്ടാണ് പലതും നമ്മൾ ക്രമീകരിക്കുന്നത്. നമ്മുടെ ദാസ മനോഭാവത്തോടെ വേണം പോകാനായിട്ട്. അനേകം പിടിച്ചെടുക്കാനാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ രാജാക്കന്മാരെ കാണും, ഗവർണർമാരെ കാണും, ഇൻഡസ്ട്രിയലിസ്റ്റിനെ കാണും, വലിയ പ്ലാന്റേഷനെ കാണും, റൗഡികളെ കാണും, ഏറ്റവും വലിയ തൊഴിലാളികളെ കാണും, ഉദ്യോഗസ്ഥന്മാരെ കാണും, ശതാധിപന്മാരെ, ഗവർണർമാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ആത്മഹത്യാന്നിരിക്കുന്നവര്, ഓരോരോ സ്ഥലത്തിനും വിവിധ തരത്തിൽ ഇതിനെല്ലാത്തിനും കിടക്കാൻ നമ്മൾ അതിരം പോലെ തന്നെ ആകേണ്ടി വരും. ചിലപ്പോൾ 1 കൊരിന്ത്യർ 9 ആ 18-23 വായനത്തില്
നിയമം ഇല്ലെന്നൊരിക്കലും ഞാൻ ആ നിയമം ഉള്ളവനെ പോലെ ആയിത്തീർന്നു. ഇവിടെ പറയുന്നതാണ് എങ്ങനെയെങ്കിലും പിടിച്ച് കയ്യിലെടുക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഉദാഹരണം ഇപ്രാവശ്യം ബംഗ്ലാദേശിൽ ചെന്നപ്പോൾ ആ ഡോക്ടറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവർ സഹോദരികളാണ് അവിടുത്തെ ഒരു സഹോദരി ചോദിച്ച് പിടിച്ചെടുക്കണമെന്ന് ഒറ്റ ഉദ്ദേശമാണ്. നായകൻ 5 എണ്ണം ഉണ്ട്. ഈ 5 അവിടെ കൈക്കലാക്കിയാൽ അവിടെ പ്രാർത്ഥന ഉറപ്പിക്കണം. പക്ഷേ 5 പടമൊക്കെ കഴിഞ്ഞ് നിൽക്കണം. അപ്പൊ ഈ വേഗം വരും, അടിക്കറ്റി നിൽക്കണങ്ങളാണ്. അതായത് സങ്കീർത്തനം 51 7, 11, 17 വാക്യത്തില് നുറുങ്ങിയ ഹൃദയമായിട്ടൊക്കെ നിൽക്കുകയാണ്, സങ്കടപ്പെട്ടു. കണ്ടോ, അവ വേഗം കിട്ടും അവരെ ചൂണ്ടയിട്ടാൽ. കണ്ടോ, നമ്മൾ ചെന്ന് അവർക്ക് വാഹനം കൊടുത്ത് എല്ലാവരുടെ വാഹനമെല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പോലെ ആണോ എന്നുള്ള വാഹനം കൊടുത്ത് കുറച്ച് സന്തോഷമായി. കണ്ടോ, മറ്റായി 18 105 ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാളോട് ചോദിച്ചു, പേരും കഴിഞ്ഞിട്ട് വിക്ടോറിയ അമ്മയാണ്. പിന്നെ എന്റെ അമ്മയുടെ പേരാണ് കയ്യിലായില്ല. ഓ എന്റെ കൂട്ടായി. പിന്നെ പോയി ഉടനെ മറ്റേനോട് ചോദിച്ചു പേരായിട്ടുള്ള ആരായിരുന്നു. അമ്മയുടെ ഭാര്യ. അതിന്റെ കയ്യിലാക്കിയ രണ്ടായി. ഇപ്പഴത്തെ കേസിലൊക്കെ കത്രീന അവനെന്റെ ആന്റിയുടെ പേര് കത്രീനാണ്. അതും കയ്യിലായി. മോഹനത്തിന് സ്ഥാനാർത്ഥി ചോദിച്ചപ്പോൾ വേറൊരു കാര്യം പ്ലീസ് അത് ഞാൻ പറഞ്ഞു ജോണമ്മ നമ്മുടെ വീട് ആന്റിയാണെന്ന് പറഞ്ഞു. 5ാമത്തെ രൂപ സൂചി അവർ ഒന്നും കിട്ടണില്ല. എന്നാലൊരു ചെറിയ നുണ വെച്ച് കൊടുത്തൊക്കെ ചോദിച്ചു. ഇതിന്റെ കേസുണ്ടായി. ആന്റിനെ കൈക്കലാക്കി എടുത്ത് കണ്ടോ. ആർക്ക് വേണ്ടിയാണ്? ഈശോന് കൊടുക്കാൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യമായിട്ടാണോ? അല്ല. കേട്ടോ, ഇങ്ങനെയല്ല നിങ്ങള് ഈശോയിൽ തന്നെ ഒരു പറയില്ല കൊടുക്കുക. ഞങ്ങൾ ഒരു കാലത്ത് 2 കൊടുക്ക സഞ്ചയ 16-ാം വാക്യത്തിൽ എന്താ പറഞ്ഞു? ഈശോ ഞങ്ങൾ ഒരു കാലത്ത് മാനുഷ്യമായി കണ്ടിരുന്നു, ഇനി ഒരിക്കലും ഞങ്ങൾ മാനുഷ്യമായി കാണുകയില്ല. അത് ഇവാഞ്ചലിസേഷന് അവരെ പിടിച്ച് അവർക്ക് 5 പേർക്ക് വാഹനം കൊടുത്ത് ഹീലിംഗ് മിനിസ്ട്രിയും കൊടുത്തു. ബന്ധനുണ്ടായിരുന്നു, പൈസ അയച്ചത് അത് വിട്ടു. മറ്റവർക്കൊക്കെ ശാന്തി പ്രാർത്ഥനയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് 5 സഹോദരന്മാരും കൂട്ടത്തിലായിരുന്നു. അതിന് എഴുതുവാനും കൊടുക്കണം. പടങ്ങൾ വരാൻ മാർത്തയുണ്ട്, മറിയുണ്ട്. ഇവരാരാക്കണം? ചില ചെയ്യുന്നത് മാർത്തകളൊക്കെ ശരിയുണ്ട്, മറിയെല്ലാം സൈലന്റ് ആയിരിക്കും. കാരണം കൂടുതൽ ചെയ്യുന്നവർക്ക് മാർത്താമാരായിരിക്കും. മാർത്തയുടെ പരിപാടി എന്താണ്? യോഗൻ 12 ശുശ്രൂഷയാണ്. ലൂക്ക 10:32-42 വാക്യത്തില് മറിയം കർത്താവിന്റെ വചനം ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് അവരോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങണം, നടത്തും വന്നുകൂടെ കണ്ടോ. അപ്പോഴാണ് അവർക്ക് വാഹനങ്ങളെല്ലാം എഴുതി കൊടുക്കണം. പ്രത്യേകിച്ച് പ്രാർത്ഥന തുടങ്ങാമെന്ന് നിങ്ങൾ പഠിച്ചു എന്ന് കഴിഞ്ഞാല് ആ പ്രാർത്ഥന ഗ്രൂപ്പിനെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. അതാണ് നമ്മുടെ കടമാണ്. അതുകൊണ്ടാണ് ഈ 1 തെസ്സലോനിക്കർ 5 12 തൊട്ട് 22 വാഹനം നിങ്ങൾ കൊടുക്കണം. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. റോമ 15 14 തൊട്ട് 24 വാഹനം അവിടെ കൊടുക്കണം അവർക്ക്. റോമ 10 14 തൊട്ട് 21 വാഹനം കൊടുക്കണം. 2 കൊറിന്തോസ് 4 1 തൊട്ട് 15 വാഹനം കൊടുക്കണം. 2 കൊറിന്തോസ് 3 1 തൊട്ട് 11 വാഹനം കൊടുക്കണം. ഫിലിപ്പിയർ 2 1 തൊട്ട് 11 വാഹനം കൊടുക്കണം. ഇത് പ്രത്യേകം നോട്ട് ചെയ്തോളണം. കാരണം നിങ്ങൾ ഇനി പല സ്ഥലങ്ങൾക്കും പോയിട്ട് വരും. അതുകൊണ്ടാണ്. കൊളോസ്യസ് 3 12 തൊട്ട് 17 വാഹനം കൊടുക്കണം. 1 കൊരിന്ത്യർ 1 10 കൊടുക്കണം. വെളിപാട് 2 2 തൊട്ട് 10 വാഹനം കൊടുക്കണം. മത്തായി 9 35 തൊട്ട് 38 വാഹനം. കാരണം വേലക്കാര് കുറവുകളും ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അവരെ പിടിച്ചെടുക്കാനായിട്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കാരണം ദൈവം ശക്തരെല്ലാം തിരഞ്ഞെടുക്കുന്നതെന്ന് ഓർത്തോളണം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഗോവ, ബാംഗ്ലൂർ, കേട്ടോ, തൃശ്ശൂർ, ഷൊർണൂർ പ്രത്യേക സ്ഥലങ്ങളാണ് എല്ലാം. പിന്നെ കാലിക്കറ്റ് വരുന്നുണ്ട്. കൂടാതെ സെക്കൻഡറാബാദും ബോംബെ, ഡൽഹി
ഈ സ്ഥലങ്ങൾ ഇതെല്ലാം ബലഹീനമായിട്ട് കിടക്കുന്ന എബ്രായർ 12:12-13 മുട്ടുകൾക്കും ഒന്നും ശക്തിയില്ലാത്ത ആൾക്കാരായിരിക്കും, ജനമായിരിക്കും. എന്താ തൃശ്ശൂർ, അതുപോലെ വൈറ്റില, ട്രിവാൻഡ്രം, തിരുവനന്തപുരം, പിന്നെ നാഗർകോവിൽ, ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങൾ കർത്താവ് കാണിക്കും. അപ്പൊ ഇങ്ങോട്ടെല്ലാം നമ്മൾ പോയിട്ട് ശക്തി കൊടുക്കാനാണ് നമ്മളെ ദൈവം എടുത്തിരിക്കുന്നത്. നമ്മൾ പോകുന്നത് അവർക്ക് പോയി ശക്തി കൊടുക്കാൻ. അതിനാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഈ അവർക്ക് കൊടുക്കുന്ന അതോടൊപ്പം മറ്റുള്ളവരെ കർത്താവിലോട്ട് ആകർഷിക്കും. അപ്പൊ വിജാതിയുടെ അടുക്കലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് വിജാതിയുടെ സ്നേഹത്തിന്റെ വചനങ്ങൾ നിറഞ്ഞിരിക്കണം നിങ്ങൾക്ക് കൊടുക്കാം. അല്ലാതെ കയറിയിട്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല, മറ്റു ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാം, അതൊന്നും പറയരുത്. ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഈ വെള്ളത്തെല്ലാം കുറിച്ച് പറയണം. ജ്ഞാനം ഉണ്ടെങ്കിൽ അതൊന്നും പറയണ്ട. വിജാതിനൊന്ന് കണ്ടാൽ പറയും സ്നേഹത്തിന്റെ വചനം മാത്രം കൊടുത്തോണ്ടിരിക്കുക. പിന്നെ അറിയാൻ അവൻ എല്ലായിടത്തും പോയിക്കാണ് വിഗ്രഹാരാധകർക്ക് കേട്ടോ. ആ അവസ്ഥയിൽ അവർ പിടിച്ചെടുക്കുകയാണ്. അതൊന്ന് 59, 17, 29, 30 അച്ഛയുടെ കാലഘട്ടമാണ്. അതൊന്നും ദൈവം കണക്കിലെടുക്കില്ല. അവർ പല പൈശാചിക്കളുണ്ട്, അത് നമ്മൾ കൈവച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ച് വിളിച്ചാണ്. എന്നിട്ട് അവർക്ക് സ്നേഹത്തിന്റെ വചനങ്ങൾ കൊടുത്ത് അടുത്ത പ്രാവശ്യം നിങ്ങൾ പറയണം, നിങ്ങളെ തന്നെ കാണണമെന്ന് തന്നെ പറയണം. അത് പ്രത്യേകിച്ച് അതിവിടെ നോക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നും അറിയാൻ പാടില്ല, പലയിടത്തും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും സീനിയറായിട്ടുള്ള ആള് വന്ന് വേണം ആരെ ഇങ്ങോട്ട് കൊടുക്കണമെന്ന് നോക്കണം. ഇത് വെറുതെ വല്ലവരെയും മറ്റോ അവിടെ ഇവിടെ ഒഴിവുണ്ടെന്നും പറഞ്ഞ് വിടാനുള്ളതല്ല. ഓരോരുത്തരും നോക്കണം, ഇന്ന ആളെ ഇന്ന ആത്മാവുള്ളവർക്ക് കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ സ്നേഹം മാത്രമായിട്ടുള്ള വെറുതെ സൗകര്യമായി ആ സൗകര്യക്കൂടിയായിരിക്കും തപ്പത്ത് മനഃപ്രകൃതി കിട്ടുന്നത്. അതുകൊണ്ട് വ്യത്യസ്തപ്പെട്ട അരിവെ നോക്കണം. അരിവെ ആരിന് കൊടുക്കാൻ പറ്റിയ വേഗപ്പെടും. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇന്നാള് വേണോ പറയുന്നത്. അയാളായിരിക്കും അതിന് കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപ. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തന്നെ സാധിക്കില്ല.